ഹലോ, ഞാൻ അന്ന് വന്നിട്ടുള്ളതല്ലോ ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയിട്ടാണ്. ജെലാറ്റിനോ ചൈന ഗ്രാസോ കസ്റ്റർഡോ ഒന്നും ആവശ്യമില്ലാണ്ട് വെറും വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കിടിലനായിട്ടുള്ള ഈസി പുഡിംഗാണ്. അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ 2 എഗ് യോക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണിത്, ഒരു പിഞ്ച് ഉപ്പ്, അത് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, 200 ഗ്രാം മിൽക്ക് മെയ്ഡ്. നമുക്കിത് വാനില പുഡിംഗ് ആണല്ലോ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വാനില എസൻസ്, 2.5 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇത് മിക്സ് ആക്കിയ ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നല്ലൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഉണ്ടല്ലോ, അതൊന്നും ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. ശേഷം ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 200 ഗ്രാം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മധുരം ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ ഞാൻ 200 ഗ്രാം മിൽക്ക് മെയ്ഡ് ഫുള്ളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ഇനി അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സമയം നമുക്ക് കൈ ഇളക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇതിൽ കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഇളക്കിയും കൊണ്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്ക് ഉണ്ടല്ലോ, അതിലേക്ക് ഈ പാല് ചൂടായി വരുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് എഗ് യോക്കിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എഗ് യോക്കും ഈ പാല് നല്ലോണം യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ കുറുക്കാൻ വെച്ചിരിക്കുന്ന ഇതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചെടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ എഗ് യോക്ക് മിക്സ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് കുറുകി കിട്ടും. ഇപ്പം നമുക്കൊന്ന് മധുരം നോക്കാം. ഇപ്പം ഞാൻ 1/4 കപ്പ് മധുരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് അളവാണ് കേട്ടോ. ഇപ്പം നമുക്ക് കറക്റ്റ് പാകത്തിലുള്ള മധുരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയും 200 ഗ്രാം മിൽക്ക് മെയ്ഡും ആണ് ഞാനതിൽ മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുടെ ഇത് നല്ലോണം കറക്റ്റ് പാകത്തിൽ കുറുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനതാ ഒരു സ്പൂണ് കൊണ്ട് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. സ്പൂണിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വരത്തക്ക വിധം വേണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നല്ലൊരു ക്രീമി രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. വാനില എസൻസ് ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ഓൾറെഡി നമ്മളുടെ ഈ ഒരു മിക്സിയിൽ തന്നെ കിടന്ന് മെൽട്ടായിക്കോളും. കാരണം ഇത് ഓൾറെഡി നല്ല ചൂടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബട്ടറും അതിൽ കിടന്ന് തന്നെ മിക്സ് ആയിക്കോളും. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് മാത്രം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള പുഡിങ്ങാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നിങ്ങൾ ഒരു തവണ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇത് ഇനി നമുക്ക് ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ശേഷം നമുക്കിതൊരു 5-6 മണിക്കൂർ ഒന്ന് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഇതൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് തണുത്ത് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ.
പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. വലിയ മെനക്കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒരുമിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് ഗ്യാസിൽ കുറുക്കിയെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ ഇതിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇനി നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഞാൻ കുറച്ചൊന്ന് പിസ്ത വെച്ചിട്ടാണ് ഇത് ഗാർണിഷ് ചെയ്യുന്നത്. നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അണ്ടിപ്പരിപ്പോ പിസ്തയോ ബദാമോ എന്താണോ ഉള്ളത് വെച്ച് അത് വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് ഞാനിതൊന്ന് ഇനി ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിൻ ഫിലോണ്ട് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതാണ്. ഇനി ഇതൊന്ന് ഞാനൊന്ന് തണുത്തതിന് ശേഷമുള്ളതാണ്, ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, നല്ല ക്രീമി ആയിട്ടാണ് നമുക്കിത് കിട്ടുക. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്കിങ്ങനെ വായിലിങ്ങനെ ഇടുമ്പോഴത്തേനും ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു കൺസിസ്റ്റൻസിയാണ്. ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കാൻ തന്നെ തോന്നും. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അത്ര ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്, അതുപോലെ തന്നെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷനോ കാര്യമൊക്കെ വരാണെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യേണ്ടേ, സബ്സ്ക്രൈബ് ചെയ്താണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടേ. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.